എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ സരസ്വതി അമ്മയാണെങ്കിൽ നമ്മുടെ രഞ്ജിതയിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രഞ്ജിത പറയുന്നതിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ സരസ്വതി അമ്മ മറുപടി പറയുകയാണ്. അങ്ങനെ രഞ്ജിത തലക്ക് കൈ കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് സുമിത്രയും അതുപോലെ തന്നെ പങ്കജും കൂടി ആ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ സുമിത്രയെ കണ്ടതും നമ്മുടെ രഞ്ജിതയാണെങ്കിലോ നീ ഇവരെയും കൂട്ടി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ദാ സുമിത്ര, ഈ രഞ്ജിത ആരാണ് എന്നുള്ള കാര്യം അത് നീ മനസ്സിലാക്കുമെന്നൊക്കെ പറഞ്ഞ് സുമിത്രയ്ക്ക് മുന്നിൽ ഒരു ഷോ ഇറക്കുകയാണ് രഞ്ജിത. പക്ഷെ സുമിത്ര ആരാ മുതല്? അതെ, അമ്മ പറയുന്നത് പോലെ തന്നെ അമ്മ ഈ ഒരു അവസ്ഥയിലാക്കിയത് അരവിന്ദനാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിൽ അമ്മ ഈ വീട്ടിൽ നിന്നുകൊണ്ട് അമ്മയുടെ ആ ഒരു ക്ഷീണങ്ങളെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ഞാനും അമ്മയും ഒക്കെ തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുള്ളൂ എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രഞ്ജിത ഒരു പൊടിക്ക് ഒതുങ്ങുകയാണ്. അപ്പൊ അരവിന്ദൻ പറയുന്നുണ്ട്, രഞ്ജു ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നീ ഇങ്ങ് പോരെന്നും പറഞ്ഞ് രഞ്ജിതയെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്കിനും സുമിത്ര അതാ സരസ്വതി അമ്മയുടെ അടുത്ത് വന്നിട്ട്, അമ്മ ഞാൻ ഇങ്ങ് പോകുന്നു. അപ്പൊ ശീതൾ അങ്ങനെ സരസ്വതി അമ്മ നമ്മുടെ സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ പൂജ എന്താ വരാതിരുന്നത്? പൂജ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ട് അപ്പു വന്നായിരുന്നു അമ്മേ. അപ്പം അപ്പുവിന്റെ കൂടെ പൂജയെ ഞാൻ ചിത്രയുടെ അരികിലേക്ക് വിട്ടു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ ദാ സുമിത്രയും സരസ്വതി അമ്മയും കൂടി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പങ്കജ് അവിടെ നിന്ന് വട്ടം കറങ്ങുകയാണ്. അല്ല മോനെ പങ്കജ്, എന്താണ് നിന്റെ പ്രശ്നം? നീ വിചാരിച്ചതുപോലെ പൂജ ഇവിടെ വന്നില്ലല്ലേ, അതിന്റെ നിരാശയിലാണോ നീ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അച്ചമ്മയല്ലേ എനിക്ക് വാക്ക് തന്നത് പൂജയെ കൂടി ഇവിടെ നിർത്താമെന്നുള്ള കാര്യം. പക്ഷെ അച്ചമ്മ ആ ഒരു വാക്ക് പാലിച്ചില്ല. എടാ മോനെ, സുമിത്ര ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പൂജ ഉറപ്പായിട്ടും ഇവിടെ വരും. നീ ഒന്ന് സമാധാനപ്പെട്. അച്ചമ്മയുടെ കാല് ശരിയാകാനായിട്ട് ഇനിയും കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുവരെ പൊന്നുമോനൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പൊ ഈ സമയം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധും അനന്യയും കൂടി സ്വരമോളുടെ അടുത്ത് കുഞ്ഞിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി നിങ്ങൾ രണ്ടാളും കൂടി വഴക്കൊന്നും ഉണ്ടാക്കി കുഞ്ഞിന്റെ മാനസിക നിലയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുഞ്ഞിന് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒന്നും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നല്ല ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. അപ്പം സ്വരമോളെയും കൂട്ടി ആ ഒരു അനിരുദ്ധും അതുപോലെ തന്നെ അനന്യയും കൂടി അവരുടെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയ പാടെ തന്നെ നമ്മുടെ പ്രേമയാണെങ്കിൽ ദാ കലിയിളകൽ തുടങ്ങി. അപ്പൊ പ്രേമയ്ക്ക് പറയാനായിട്ട്, നിനക്ക് വല്ല കാര്യമുണ്ടോ? ഈ കുഞ്ഞിനെ ആ പ്രതീക്ഷനെ ഏൽപ്പിച്ചിട്ട് ഇവനെ കളഞ്ഞ് നിനക്ക് മറ്റൊരു ബന്ധം ഈ അമ്മ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ അത് വല്ലതും കേട്ടോ എന്ന് ചോദിച്ച് അനന്യയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അപ്പൊ അനന്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ദയവ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ പിരിക്കാനുള്ള കാര്യം മാത്രം അമ്മ പറയരുത്. ഇപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യം, കുഞ്ഞിന് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളും ഒന്നും കൊടുക്കരുത്. അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയും എന്നുള്ളൊരു ടെൻഷനാണ് എൻ്റെ സ്വരമോൾക്ക് ഇപ്പം വയ്യാതെ ആയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മയായിട്ട് ഇനി ഒരു വിഷയം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് പ്രേമയെ ശകാരിക്കുകയാണ്. പ്രേമ ഇതിലൊന്നും ഒതുങ്ങില്ലല്ലോ. പ്രേമയാണെങ്കിൽ പിന്നെയും പറയുകയാണ്, അതെ ഞാൻ നിന്നോട് പറഞ്ഞതാണ്, ആ അനിരുദ്ധിനെ കളഞ്ഞിട്ട് നിനക്ക് പറ്റിയ എത്ര നല്ല പയ്യന്മാരുണ്ടാവും, അവരാരെങ്കിലും ഈ അമ്മ നിനക്ക് കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞതല്ലേ. അത് മാത്രമല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഒന്ന് പ്രഗ്നന്റ് ആയി, ആ ഒരു കുഞ്ഞ് മരിക്കാനുള്ള കാരണക്കാരനും അവൻ തന്നെയല്ലേ. അവൻ വേണ്ടുന്ന സമയത്ത് നിന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, നിന്നെ ഒന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം പ്രേമ പറയുകയാണ്. അപ്പൊ പ്രേമയുടെ ഈ പറച്ചിലും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ അനന്യക്ക് ശരിക്കും കലിവരുകയാണ്. അവസാനം അനന്യ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രേമയുടെ നേരെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എൻ്റെ ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള പൂർണ്ണ ഉത്തരവാദി അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അമ്മ കാര്യം അറിയാതെ വെറുതെ അനിരുദ്ധിനെ കുറ്റം പറയരുതെന്ന് പറയാം. അപ്പൊ ഈ വഴക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ അനിരുദ്ധ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവളാണെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത്, സുമിത്രയാണെങ്കിൽ ആ ഒരു വീട്ടിലെത്തിയത് കൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ഓരോരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് രഞ്ജിത. അപ്പൊ രഞ്ജിതയാണെങ്കിൽ സുമിത്ര ഒരു അടിമയാക്കാം എന്നുള്ള രീതിയിൽ
കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമ്മുടെ രഞ്ജിത ആ പണി ചെയ്യണം, ഈ പണി ചെയ്യണം എന്നൊക്കെ സുമിത്രയോട് പറയുന്ന സമയത്ത് സുമിത്രയ്ക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. അത് ഇവളുടെ ഈ ഒരു കാര്യങ്ങള് പുള്ളിക്കാരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സുമിത്ര വന്ന പാടെ തന്നെ ആ ഒരു ജോലിക്കാരിക്ക് കുറച്ചൊരു റെസ്റ്റും ഒക്കെ കൊടുത്തു. ദേ ചേച്ചിക്ക് വീട്ടിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പണിക്ക് നിന്ന ചേച്ചിയൊക്കെ പറഞ്ഞങ്ങ് വിട്ടു. അങ്ങനെ നമ്മുടെ സുമിത്രയെ വേലക്കാരിയാക്കാനായിട്ടാണ് രഞ്ജിതയുടെ ആ ഒരു പ്ലാൻ. പക്ഷേ സുമിത്രയുടെ അടുത്ത് ഇതൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ സുമിത്ര ആ ഒരു ചിരിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിലെ പണിയൊക്കെ എടുപ്പിക്കും മോളെ എന്നുള്ള രീതിയിലാണ് സുമിത്ര ചിരിക്കുന്നത്. അപ്പൊ സരസ്വതി അമ്മ പറയുന്നുണ്ട്, മോളെ അമ്മയ്ക്കൊരു ജ്യൂസ് എടുക്ക്. അപ്പം ജ്യൂസ് എടുക്കെന്നൊക്കെ പറയുന്ന സമയത്ത് സുമിത്ര പറയുന്നുണ്ട്, അമ്മേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. കാര്യമൊക്കെ ശരിയാണ്, അരവിന്ദന്റെയും അതുപോലെ തന്നെ രഞ്ജിതയുടെയും ഒക്കെ വീടാണ്. എന്നാലും അവരിങ്ങനെ അങ്ങിട്ട് കഷ്ടപ്പെടുത്തരുത്. അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ. എപ്പോഴും ജ്യൂസും അതും ഇതൊക്കെ കുടിച്ച് അമ്മയ്ക്ക് വല്ല ഷുഗറും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അങ്ങ് നിരുത്സാഹപ്പെടുത്തുകയാണ്. എൻ്റെ പൊന്നു മോളെ, അതെ ഈ അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പം എനിക്ക് സുഖിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് ഈ വീട്ടിൽ കിടന്ന് ഞാൻ സുഖിച്ചിരിക്കും സുമിത്രേ. അപ്പം അതിനിടയിൽ നീ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സുമിത്രയോട് നമ്മുടെ സരസ്വതി അമ്മ പറയുന്നത്, ആ ഒരു വിൽപത്രത്തിന്റെ രഹസ്യം, ആ ഒരു വിൽപത്ര രഹസ്യം നീ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തണം എന്നുള്ള കാര്യമാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ലല്ലോ. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു വീട്ടിൽ താമസിക്കാം എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെയാണ് നമ്മുടെ സരസ്വതി അമ്മയ്ക്കുള്ളത്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് അപ്പുവിനോടൊപ്പം ചിത്രയുടെയും ദീപുവിൻ്റെയും വീട്ടിലേക്ക് എത്തിയ ആ ഒരു പൂജയാണ്. അപ്പൊ പൂജ ഇങ്ങനെ ബാഗും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് ചിത്രയും അതുപോലെ തന്നെ ദീപുവും ഉമ്മറത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ വരവ് കണ്ടതും ചിത്രയ്ക്ക് ഒരു സംശയം, ദേ ദീപൂട്ട ഇതെന്താണ് ഇവള് ബാഗൊക്കെ തൂക്കിയാണല്ലോ വന്നിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ കല്യാണമെങ്ങാനും കഴിച്ചിട്ടെങ്ങാനും ഉള്ള വരവാണോ? ഇനി ഇവര് നമ്മളാരും അറിയാതെ രജിസ്റ്റർ മാരേജ് എങ്ങാനും ചെയ്തോ എന്നുള്ള ഒരു ടെൻഷനാണ് ചിത്രയ്ക്ക്. ചിത്ര ഇതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ദീപു അങ്ങനെ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ദീപു ചോദിക്കുന്നുണ്ട്, അല്ല പൂജ മോളെ നീ എന്താ ബാഗൊക്കെ ആയിട്ട്? അതോ ദീപുങ്ങളെ അമ്മയാണെങ്കിൽ ഇതാ അച്ചമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അച്ചമ്മ ആ ഒരു രഞ്ജിതാൻ്റെ വീട്ടിലാണ്. അപ്പം അച്ചമ്മയ്ക്ക് സഹായത്തിനായിട്ട് അമ്മയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിന്നത്. അമ്മ ആദ്യം പറഞ്ഞു ദീപു അങ്കിളുടെ വീട്ടിലേക്ക് ആക്കി തരാമെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അപ്പുവേട്ടൻ അങ്ങ് വന്നത്. പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ അപ്പുവേട്ടനുമായിട്ട് വീട്ടിലേക്ക് പോന്നോളാൻ പറഞ്ഞു. അമ്മ ചിത്രാൻ്റിയെ വിളിച്ച് പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പൂജ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അപ്പവും പറയുന്നുണ്ട്, അമ്മ ഇനി പൂജ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും, പിന്നെ ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞ് പിള്ളേര് രണ്ടും കൂടെ നല്ല ഹാപ്പി ആയിട്ട് അകത്തോട്ട് കയറിപ്പോവാണ്. അപ്പം ഇവരിങ്ങനെ സന്തോഷത്തിൽ പോകുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മുടെ ആ ഒരു ദീപുവിന്റെ മനസ്സിൽ നല്ല ചങ്കിടിപ്പ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പങ്കജിന്റെ അടുത്ത് നിന്നും ഇവരെ തമ്മിൽ തെറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പൊ പങ്കജിനോട് താൻ എന്ത് പറയും? ഇവരെ ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ പങ്കജ് എന്തായാലും ദീപുവിനെ വിളിച്ചിരിക്കും. ആ വാങ്ങിയ കാശിനുള്ള ആ ഒരു പണി നമ്മുടെ ദീപു എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കാര്യമൊക്കെ ദീപു അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ അതുമാത്രമല്ല ദീപുവിന്റെ ചിന്തയിലുള്ളത്, സുമിത്രേച്ചി രഞ്ജിതയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ താനും അതുപോലെ തന്നെ രഞ്ജിതയും തമ്മിലുള്ള ആ ഒരു ഡീലിങ്സും അതുപോലെ വിൽപത്രത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു രഹസ്യമൊക്കെ സുമിത്രേച്ചിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ താൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഉൾപ്പെടെ ചേച്ചിയുടെ ആ ഒരു മുന്നിൽ തെളിയും. അതുമൊക്കെ തനിക്ക് പ്രശ്നമാകുമല്ലോ. ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിലാണ് ദീപു ഇരിക്കുന്നത്. അങ്ങനെ ദീപു ഫോൺ എടുത്ത് നമ്മുടെ രഞ്ജിതയെ വിളിക്കുകയാണ്. പക്ഷെ രഞ്ജിതയാണെങ്കിൽ ആ സമയത്ത് കോൾ എടുക്കുന്നില്ല. ഈ ഒരു സംഭവം കാണുന്നത് സുമിത്രയാണ് കേട്ടോ. അപ്പൊ സുമിത്രയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ദീപു എന്തിനാണ് രഞ്ജിതയെ വിളിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോഴും നമ്മുടെ ആ ഒരു സുമിത്രയ്ക്ക് പൂജ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രഞ്ജിതയെ കാണുന്നതിന് വേണ്ടിയിട്ട് രഞ്ജിതയുടെ വീട്ടിലേക്ക് ദീപു ഒരിക്കൽ വന്നല്ലോ, ആ ഒരു കാര്യം തന്നെയാണ്. അപ്പം സുമിത്ര ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്, ഇവർക്കിടയിലൊക്കെ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം. എന്തായാലും സരസ്വതി അമ്മ നമ്മുടെ സുമിത്രയോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ആ ഒരു രഹസ്യങ്ങളെല്ലാം കണ്ടെത്താനായിട്ട് വളരെ എളുപ്പം തന്നെ ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെയാണ് നാളെ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്